നല്ല കിണ്ണം പോലത്തെ ഒരു ആഡംബരക്കാറ്, അതും കറുപ്പ് കളറില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അത്. ഇതില് പിന്നെ ഒന്നും ചോദിക്കാനില്ല കേട്ടോ, എന്തോ ഒരു ഭംഗിയാണ് കാണാന്. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2015 മോഡൽ ആർടിഎസ് ജെ എന്ന വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. ഡീസൽ അത്യാവശ്യം 20 മേലെ മൈലേജ്. ആർടിഎസ് 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇത് ആർടിഎസ് ആണ്, ജെ ആണ് വരുന്നത്. ജെയിൽ തന്നെ അലൈവിൽ നമ്മൾ അഡീഷണൽ വണ്ടി ചെയ്തിട്ടുണ്ട്. ഇത് അതർ സ്റ്റേറ്റിൽ നിന്ന് കൊണ്ട് വന്ന വണ്ടിയാണ്. അവിടെ ഇവിടെ ഒരു ഓണർ ആയതുകൊണ്ടാണ് ഒന്നിന് RC ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. സിംഗിൾ റീപ്ലേസ്മെന്റ് മറ്റു അപാകങ്ങളൊന്നും വണ്ടിയിൽ നിലവിലില്ല. മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. മെയിൻ ഗ്ലാസ് അബോണ്ട് ഒന്നും മാറില്ല. അതുപോലെ എഞ്ചിൻ ഭാഗം നല്ല വൃത്തിയിലാണ്. ഇന്ത്യയിൽ ഭാഗം നല്ല വൃത്തിയാണ് വണ്ടി കാണാന്. മെക്കാനിക് ഭാഗം അതേപോലെ ഓടിക്കാനോ ചെറിയ ബഹളങ്ങളോ ഒച്ചമുളികളോ ഒന്നുമില്ല. മെക്കാനിക് പ്രോബ്ലംസ് ഒന്നും നിലവിൽ വണ്ടിയിലില്ല. ഇത് കിലോമീറ്റർ റീഡിംഗ് കിലോമീറ്റർ കാണിക്കുന്നത് 85 ആണ്. അതർ സ്റ്റേറ്റിൽ വന്ന വണ്ടിയുടെ കിലോമീറ്റർ നമുക്ക് വിശ്വസനീയമായ കിലോമീറ്റർ ആയിരിക്കില്ല. ചിലപ്പോൾ പുറത്തോ 1.5 കോടി ഉണ്ടായിരിക്കാം. ടയോട്ടയെ സംബന്ധിച്ചോളം കിലോമീറ്റർ പ്രശ്നമുള്ള ഘടകമല്ല. മെക്കാനിക് അതുപോലെ ഞങ്ങൾ വർഷാപ്പിൽ കൂടെ ചെക്ക് ചെയ്ത് എല്ലാം കൊണ്ടുവന്നാണ് വണ്ടി. ഓയിൽ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമുക്ക് 5.95 ആസ്കിംഗ് പ്രൈസ്. ചെറിയ എന്തെങ്കിലും വ്യത്യാസം 5.95. 5.95 ഒരു ആഡംബര ആൾട്ടിസ്. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നല്ല ഇടിവെട്ട് കാറുകളുടെ വെടിക്കെട്ട് കളക്ഷനുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇന്നുള്ളത് നമ്മുടെ വണ്ടൂർ കാർസിലാണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് കിഷോറാട്ടനാണ്, ഇതിന്റെ ഓണറാണ്. എന്തൊക്കെയുണ്ട് അവസ്ഥ? നല്ല വിശേഷം. സുഖല്ലേ? കച്ചവടം എന്ത് പാട്? കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. മാക്സിമം എത്ര വണ്ടികളുണ്ട് ഇവിടെ സ്റ്റോക്ക്? ഇവിടെ നമുക്ക് ഇതിലെ മാത്രമേ 38 വണ്ടിയുണ്ട്. 32 വണ്ടി. പിന്നെ പുറത്ത് നമുക്ക് 10-15 വണ്ടി പുറത്തുണ്ട് അല്ലേ? SUV ടൈപ്പ് ഉണ്ട്, സെഡാൻ ഉണ്ട്, 7 സീറ്റർ ഉണ്ട്, ചെറു വണ്ടികളുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് അറിയല്ലോ, GSTന്റെ ഒരു ആനുകൂല്യം പുതിയ വണ്ടിക്കൊക്കെ തരുന്നുണ്ട്. അതേപോലെ തന്നെ എല്ലാ വാഹനങ്ങൾക്കും, സെക്കൻഡിലെ എല്ലാ വാഹനങ്ങൾക്കും നിങ്ങൾക്ക് വില കുറച്ചിട്ട് പൊട്ടിച്ചിട്ടാണ് തരുന്നത്. ടീഷർട്ടോ എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനുണ്ടോ? പ്രഷർ പറയണമെന്ന് വെച്ചാൽ പൊതുവെ GST വില കുറഞ്ഞല്ലോ. അപ്പൊ പൊതുവെ ഒന്ന് കുറയ്ക്കണല്ലോ. അതുവരെ നമ്മൾ കുറച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാത്തിനും കുറച്ച് എല്ലാ വണ്ടികളും വില കുറച്ചു. നമ്മൾ ആദ്യം ചെയ്ത വീഡിയോയിൽ പറഞ്ഞ അതല്ല, ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങളുണ്ട് അല്ലെ? എന്ന് പറഞ്ഞാല് ഈ നിർത്തിയ വണ്ടികൾക്ക് വലിയൊരു മാറ്റമൊന്നും വരാനില്ല. അപ്പൊ നിലവിലെ സ്റ്റോക്കുള്ള വണ്ടികൾ ഇപ്പൊ സ്വിഫ്റ്റ്, അതുപോലെ ഇപ്പൊ ഡിസയർ, എർട്ടിഗ അങ്ങനെയുള്ള വണ്ടികൾ GST വ്യത്യാസം ഒന്നുള്ളൂ. ഇപ്പൊ പഴയ ഇന്നോവ അങ്ങനെ നോക്കുകയാണെങ്കിൽ വലിയ വ്യത്യാസം വരാനില്ലല്ലോ. പുതിയ വണ്ടികൾ ഇറങ്ങുന്നില്ലല്ലോ. നിർത്താത്ത വണ്ടികൾക്ക് എല്ലാവരും വ്യത്യാസങ്ങളുണ്ട്. നിർത്തിയ വണ്ടികൾക്ക് വില കുറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പൊതുവെ ഇച്ചിരി വില കുറഞ്ഞ ടൈമാണ്. ഡീസൽ വണ്ടികളല്ലോ പിന്നെ സെക്കൻഡ് മാർക്കറ്റിലേക്ക് കിട്ടുള്ളൂ. അല്ല ഇല്ലല്ലോ, മാരുതിക്ക് 19 പേര് നിന്ന് പോയില്ലേ. ആ വണ്ടികൾ 10 പേരെല്ലാം നമുക്ക് വണ്ടികളും നമുക്ക് ഡീസൽ വണ്ടികളും ഉണ്ട്. അതെ, ഇതിലൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാല്, ഈ എല്ലാ ആളുകളും നോക്കുന്നത് സെക്കൻഡ് വാഹനങ്ങളാണ് കൂടുതൽ. കാരണം പുതിയ ഷോറൂമിൽ കിട്ടുന്ന വാഹനങ്ങൾ ആർക്കും അതിനോട് എത്ര താല്പര്യം ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള വെള്ളം കയറിയ വണ്ടി ഒരു കാരണവശാലും ഷോപ്പിലുണ്ടാവും. ഫ്ലഡ് എഫക്ട് വണ്ടികൾ ഇവിടെ ഉണ്ടാവില്ല. റോഡ് ലോസ് ഇവിടെ ഉണ്ടാവില്ല. അപ്രോബിറ്റേഷൻ വണ്ടി നമ്മൾ കൊടുക്കൂല. പോസ്റ്റലൊക്കെ വണ്ടി നമ്മൾ കൊടുക്കൂല. പേപ്പർ വിഷയങ്ങളിലെ വണ്ടി നമ്മൾ കൊടുക്കൂല. കിലോമീറ്റർ റോൾ ചെയ്ത വണ്ടികൾ നമ്മൾ കൊടുക്കൂല. കിലോമീറ്റർ റോൾ ചെയ്ത് വന്ന വണ്ടികളാണെങ്കിൽ നമ്മളത് ഓരോ വണ്ടികൾ പറഞ്ഞ ശേഷം നമ്മൾ പറഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ആ ഒരു ഉത്തരവാദിത്തം ഷോപ്പിൽ ഏത് കാലത്തും ഉണ്ടാവും. അതെ, ഒരു നല്ല ദമ്മുള്ള വണ്ടികളാണ് കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇവര് ഇവിടെ ഏകദേശം ഒരു 30 കൊല്ലത്തെ സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ഒരു യാർഡാണ്. അപ്പോ ഇത് ലൊക്കേഷൻ എങ്ങനെ പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കുന്നത്? ഇത് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വണ്ടൂർ എന്ന സ്ഥലത്താണ്. ഈ വണ്ടൂർ നിലമ്പൂർ റോഡിന് 1 കിലോമീറ്റർ 1 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഒരു ബാർ ഉണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ്. ഒറ്റ ബാറേ വണ്ടൂർ നിലവിലുള്ളൂ. അതിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോയിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഇവരെ അതിൽ വിളിച്ചോട്ടാ. ലൊക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ച് ചോദിച്ചാൽ മതി. വാട്സപ്പ് വഴി ആയിട്ട് അയച്ചു തരും. അപ്പോൾ സംസാരിച്ച് ആകെ അടുപ്പിക്കണ്ട, ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കാം. നേരെ വണ്ടിയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നല്ല കിണ്ണം കാച്ചിയ കളറിൽ വന്നിട്ടുള്ള ഒരു റിഡ്സ് ഡീസൽ വണ്ടിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ഇത്? 2011 മോഡൽ ഡീസൽ വണ്ടി, VDI വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഇല്ലാത്ത സെക്കൻഡ് ഓണർഷിപ്പിൽ 1.5 ലക്ഷം കിലോമീറ്ററിൽ ഇപ്പൊ ടൈമിംഗ് ചെയിന്, സ്റ്റോക്ക്, ഡോറാമ്, ബോൾ ജോയിന്റ്, ബുഷുകളൊക്കെ മാറ്റി എല്ലാ മെക്കാനിക് ഓയിൽ സർവീസ് അടക്കം കഴിച്ച് വെച്ചുള്ളൂ. നല്ല വണ്ടിയാണ്. മെക്കാനിക് ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. 2011 പറയുമ്പോൾ അടുത്ത വർഷമാണ് 26 റിന്യൂവൽ വരും. റിന്യൂവൽ എടുക്കാവുന്ന എല്ലാ വർക്കും നിലവിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് എടുക്കുന്ന പാർട്ടിക്ക് ടാക്സ് അടക്കം റിന്യൂവൽ ചാർജ് അടച്ചിട്ട് റിന്യൂ എടുക്കാവുന്ന പണികൾ മാത്രമേ ഉള്ളൂ. അതെ, വേറെ ഒന്നും ചെയ്യാനില്ല. VDI ആണ്. ഡീസൽ ആണ്. പക്ഷേ പവർ ഓപ്ഷൻ വണ്ടി വരുന്നത്. ഇത് 2,16,000 വില. 2.10 ആണ് നിങ്ങൾ ചോദിക്കുന്നത്.
നെഗോഷ്യബിൾ ചെറിയ രീതിയിലൊക്കെ മാറ്റം ചെയ്യാം. അത് ഏറ്റവും കുറഞ്ഞ വില നമ്മൾ പറഞ്ഞു. അതിലത്തെ ചെറിയ വ്യത്യാസം ചെയ്തും കൊടുക്കാം. വണ്ടി ഒന്നും ചെയ്യാൻ എടുക്കുക, ഓടിക്കുക. ടൈം എഞ്ചിൻ ഇപ്പൊ മാറി 10 ലിറ്റർ ഓടിയില്ല. ടൈം എഞ്ചിനും ഓയിലൊക്കെ ഇപ്പോഴും മാറി വെച്ചോളൂ. അതെ അതെ അതെ. ഇവിടെ മാരുതിന്റെ എസ്ക്രോസ് ആണ്, അതും ഡീസൽ വണ്ടി കേട്ടോ. നല്ല മൈലേജ് ഒക്കെ കിട്ടുമല്ലോ കൂടുതൽ. ഹൈബ്രിഡ് എഞ്ചിനാ, ഹൈബ്രിഡ് ആണ്, ഹൈബ്രിഡ് എഞ്ചിൻ വരുന്ന വണ്ടിയാണ് തന്നെ. അപ്പൊ മൈലേജ് ഏകദേശം ഒരു 20 മേലെ 24-25 കിട്ടണം അല്ലേ? ആണ് വേണ്ടത്. അതെ അതെ, 24 മൈലേജ് കിട്ടും ഇതില്. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2019 മോഡല് അൽഫ. അൽഫ എന്ന് പറയുമ്പോൾ ഈ വണ്ടി ഇറങ്ങിയ ഏറ്റവും ടോപ്പ് വരുന്ന വണ്ടിയാണ് അൽഫ. അതെ അതെ അതെ. ഇതിൽ മോഡൽ ഓപ്ഷൻ ഇതിന് താഴോട്ടുള്ള ഓപ്ഷൻസ് മൊത്തം താഴോട്ടേ വരുന്നുള്ളൂ. 2019 മോഡല് അൽഫ, സിംഗിൾ ഓണർഷിപ്പ്, യാതൊരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനിയിൽ മാത്രം സർവീസ് ചെയ്ത് കൊടുക്കുന്ന വണ്ടിയാണ്. അതുപോലെ ടയർ ഭാഗങ്ങൾക്ക് 70-80% ടയർ ഭാഗങ്ങളുണ്ട്. ഒരു 90% ലോണും കിട്ടുന്ന നല്ല അടിപൊളി ഒരു വണ്ടിയാണ്. ചെറിയ പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുമല്ലോ. 60-70 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ലോൺ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ആസ്ക് ചെയ്യുന്നത് ഇതിന് 790 ചോദിക്കുന്നത്. 2019 വണ്ടി, 19 വണ്ടി ഡീസൽ 19 ഇറങ്ങിയുള്ളൂ. ഡീസൽ വണ്ടി സ്റ്റോപ്പ് ചെയ്താ. സാധനം ഇറങ്ങുന്ന സമയത്ത് 14 ലക്ഷത്തിന് അടുത്താണ് ഈ വണ്ടിയുടെ ഷോറൂം പ്രൈസ്. ഓൺ റോഡ് പ്രൈസ് വന്നിട്ടുള്ള വണ്ടി. ഇത് മാനുവൽ അല്ല, വണ്ടി മാനുവൽ ആണ്. ഇതിൽ ഓട്ടോമാറ്റിക് പെട്രോളിൽ വരുന്നുള്ളൂ. നല്ല മാരുതി അറിയിക്കയിലെ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വണ്ടിയാണ്. നെക്സ്റ്റ് ആണ് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. വണ്ടി വേറെ അപാധകളില്ല, ബമ്പറിന് ടച്ചിങ്ങും കാര്യങ്ങളും കയറിയെന്നല്ലാണ്ട് ഇവിടെ നല്ല ഖിദ്മത്തിന്റെ ഡസ്റ്റർ, അതും ആൾട്ടോ കാറിന്റെ പൈസക്ക് തരും കേട്ടോ. ഇതെങ്ങനെയാണ് കിഷോട്ടാ? ഇത് 2015 മോഡല് ഡസ്റ്റർ 85 RXL ഓപ്ഷൻ വണ്ടിയാണ്. അത് അലവിൽ കാര്യം കൂടി അഡീഷണൽ വരുന്ന. ഇത് അതർ സ്റ്റേറ്റ് ഇങ്ങോട്ട് വന്ന വണ്ടിയാണ് കേട്ടോ. പുറത്തുനിന്ന് ഇവിടെ റീ രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. ഇത് ന്യൂ ഷേപ്പ് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. അത് 14 വരുന്ന ഓൾഡ് ഷേപ്പ് എഞ്ചിനാണ് വരുന്നത്. ന്യൂ ഷേപ്പിലാണ് 2015 ന്യൂ ഷേപ്പ് എഞ്ചിൻ വരിക. ബോഡിയുടെ വ്യത്യാസം വരുന്നത് 2014 ബോഡിയുടെ ഷേപ്പ് വ്യത്യാസം വരുന്നത്. ന്യൂ ഷേപ്പ് എഞ്ചിൻ വരുന്ന വണ്ടിയാണ്. ഇത് ഇവിടെ ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി, സോറി 3rd ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു പാസ്റ്റർ ഉപയോഗിച്ചിരിക്കുന്ന വണ്ടിയാണ്. നമ്മുടെ ഇവർ കുറച്ചും കൂടി മുകളിൽ കൂടി ഡസ്റ്റർ കസ്റ്റമർ വാങ്ങിച്ചു പോയി. അപ്പൊ അതിൽ പാർക്കസിലാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. ഇത് കിലോമീറ്റർ ഒരിക്കലും ഇതിൽ കാണുന്ന കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ, ഇത് 1.10 കിലോമീറ്റർ, അത് ഒരിക്കലും ജെനുവിൻ കിലോമീറ്റർ ആവാൻ സാധ്യത കുറവാണ്. മെക്കാനിക് ഭാഗം പെർഫെക്റ്റ് ആണ്. ഇടിയോ ഭാഗങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിക്ക്. ടയർ ഭാഗങ്ങളൊക്കെ 80-70% ടയർ ഭാഗങ്ങളുണ്ട്. ഓയിൽ സർവീസ് കഴിഞ്ഞിട്ട് 1000 കിലോമീറ്റർ വണ്ടി ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് നമുക്ക് 3 ലക്ഷം രൂപ വണ്ടി കൊടുക്കാം. 3 ലക്ഷം രൂപയ്ക്ക് ഈ വണ്ടി ഡസ്റ്റർ. 2015 ഡസ്റ്റർ ആണ് കേട്ടോ. 25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വണ്ടി, അതും ചില്ലറ ഓട്ടോ ആണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത്. നല്ല കിളിക്കുഞ്ഞു പോലത്തെ വണ്ടി. എങ്ങനെയാണ് കിഷോട്ട് മോഡൽ വരുന്നത്? 2016 മോഡൽ വണ്ടി ഹോണ്ട ജാസ്. ഹോണ്ടന്റെ ജാസ് ഡീസൽ എസ് വേരിയന്റ് എന്ന വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നെല്ല് വണ്ടിയിലില്ല, ഒന്നും മാറിയിട്ടില്ല. നല്ല ഷോറൂം കണ്ടീഷനിലുള്ള വണ്ടിയുള്ളത്. അതുപോലെ ടയർ ഭാഗങ്ങളൊക്കെ 90% ടയർ ഭാഗങ്ങളുണ്ട്. 90% ലോണും കൊടുക്കാം. നമുക്ക് ലോണും കൊടുക്കാം. 10-20 ഉറുപ്പിക ഉണ്ടെങ്കിൽ ലോൺ തുറക്കാം. പിന്നെ അത് തീർച്ചയായിട്ടും. അത് മാത്രമല്ല വണ്ടിക്ക് മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. ഹോണ്ട ഈ ഹോണ്ടയുടെ വണ്ടി എന്നല്ല, ഹോണ്ടയുടെ എല്ലാവിധ വണ്ടികൾക്കും മെയിൻ്റനൻസ് വളരെ കുറവ്. ഹോണ്ട ടയോട്ടിക് അങ്ങനെ പ്രത്യേകത വണ്ടികൾ ഹോണ്ട ടയോട്ടിക്. രണ്ടും ജപ്പാനാണ് വരുന്നത്. അതിന്റെ ക്വാളിറ്റി അവൻ നിലനിർത്തുന്നുണ്ട്. വണ്ടി നമുക്കൊരു 90% ലോണും കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഇല്ല. ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നു. പക്ഷെ നമ്മൾ തൽക്കാലം ഒരു സൂത്തിന് പേരിലേക്ക് തൽക്കാലം RC ചേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓട്ടോ എത്ര 70 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടി. പ്രോപ്പർ കിലോമീറ്റർ സർവീസിലെ വണ്ടിയാണ്. നമുക്ക് 5-10 ലാസ്റ്റ് ആണ്. ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കുക. 5-10 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ആവശ്യക്കാർ വന്ന് നോക്കോട്ടോ. ഇവിടെ 2 കളറിൽ വന്നിട്ടുള്ള ഒരു i20 ഡീസൽ വണ്ടി അല്ലേ ഇത്? അതും എന്താ ചെയ്യലേ കാണാൻ, ഒരു വെറൈറ്റി കളറാണ് കേട്ടോ. ഈ കളറിലൊക്കെ ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ ബാഗ് വന്ന് നോക്കിക്കോ, എന്തോ ഒരു ചെയ്യൽ കാണാൻ. ഇത് എങ്ങനെയാണ് മോഡൽ? 2018 മോഡല് 19 രജിസ്ട്രേഷൻ ഡുവൽ ട്യൂൺ വരുന്ന ഡുവൽ ട്യൂൺ ആണ്. ടോപ്പിൽ ബ്ലാക്കും താഴെ ഈ കളറും വരുന്ന ഡുവൽ ട്യൂൺ കളർ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നിലവിലുള്ള. പ്രോപ്പർ കമ്പനിയിൽ മാത്രം സർവീസ്. 4 പുത്തൻ ടയർ. സീറ്റ് കവർ ഇപ്പൊ ചെയ്തിട്ട് 3 ദിവസമായിട്ടുള്ളൂ. 16 സീറ്റ് കവർ. അതേമാതിരി ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ 6 ലക്ഷം ഐഡിയ പുതിയ ഇൻഷുറൻസ് വണ്ടിക്ക് ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ട് ഒരു 10-15 ദിവസമായിട്ടുള്ളൂ. അതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ചൂടടിക്കാതിരിക്കാൻ വേണ്ടി ഗ്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ബാക്കില് കുറെ ഫിറ്റിംഗ്സ് ചെയ്തിട്ട് ചെയ്ത് നല്ല ക്ലീൻ പീസ് ആയിട്ട് കൊണ്ടുവയ്ക്കുന്ന വണ്ടിയാണ്. നല്ല പെട്ടി പീസ് വണ്ടിയാണ്. ഉള്ളു ഭാഗത്തൊന്നും നോക്കാനില്ല കേട്ടോ. ഫുള്ള് സെറ്റാണ്. നല്ല സൂപ്പർ ആയിക്കണ സീറ്റ് കവർ. അതുപോലെ തന്നെ ബ്രാൻഡ് സീറ്റ്. ഇത് ഓപ്ഷൻ വരുന്നത് ഇത് ആസ്റ്റയാണ് വണ്ടി. ആസ്റ്റയാണ് ഏറ്റവും ടോപ്പ് ആസ്റ്റ. അലോയ്സ്, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ആൻഡ്രോയിഡ്, ബാക്ക് വൈപ്പർ, എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു. അതായത് ആസ്റ്റ ഓപ്ഷൻ ആസ്റ്റയാണ്. ആസ്റ്റ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് വരുന്നത്. കീ സ്റ്റാർട്ട് ആയ വണ്ടി. ഇത് കീ സ്റ്റാർട്ട് അല്ല, അത് ഓപ്ഷൻ ഓപ്ഷൻസിന് വരും. ഇത് നിങ്ങൾ എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്ക് 6
650 കൊടുക്കാം. 650 കൊടുക്കാൻ പറ്റും. അതും ഫുള്ള് ലോണില് നമുക്കൊരു 90% കൊടുക്കാം. 90% അല്ല, 10-50 ഉറുപ്പിക ഉണ്ടെങ്കിൽ മതിയോ? തീർച്ചയായും കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോ. നല്ല കിണ്ണം പോലത്തെ ഒരു ആഡംബരക്കാറ്, അതും കറുപ്പ് കളറില് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അത്. ഇതില് പിന്നെ ഒന്നും ചോദിക്കാനില്ല കേട്ടോ, എന്തോ ഒരു ഭംഗിയാണ് കാണാന്. എങ്ങനെയാണ് ഇത് മോഡൽ? ഇത് 2015 മോഡൽ ആർട്ടിഎസ് ജെ എന്ന വേരിയന്റ് ആണ് വണ്ടി വരുന്നത്. ഡീസൽ അത്യാവശ്യം 20 മേലെ മൈലേജ്. ആർട്ടിസ് പൊതുവെ 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇത് ആർട്ടിസ് ആണ്, ജെ ആണ് വരുന്നത്. ജെയിൽ തന്നെ അലൈവിൽ നമ്മൾ അഡീഷണൽ വണ്ടി ചെയ്തിട്ടുണ്ട്. ഇത് അതർ സ്റ്റേറ്റിൽ കൊണ്ട് വന്ന വണ്ടിയാണ്. അവിടെ ഇവിടെ ഒരു ഓണർ ആയതുകൊണ്ടാണ് ഒന്നിന് RC-യിൽ ഇപ്പോഴും സിംഗിൾ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. സിംഗിൾ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും മറ്റു അപാകങ്ങളൊന്നും വണ്ടിയിൽ നിലവിലില്ല. മെയിൻ ഗ്ലാസ് പോലും റീപ്ലേസ് ഇല്ല. മെയിൻ ഗ്ലാസ് അബോണ്ട് ഒന്നും മാറില്ല. അതുപോലെ എഞ്ചിൻ ഭാഗം നല്ല വൃത്തിയിലാണ്. ഇന്ത്യയിൽ ഭാഗം നല്ല വൃത്തിയാണ് വണ്ടി കാണാന്. മെക്കാനിക് ഭാഗം അതേപോലെ ഓടിക്കാനോ ചെറിയ ബഹളങ്ങളോ ഒച്ചമുളികളോ ഒന്നുമില്ല. മെക്കാനിക് ബോൾസ് ഒന്നും നിലവിൽ വണ്ടിയിലില്ല. ഇത് കിലോമീറ്റർ റീഡിംഗ് കിലോമീറ്റർ കാണിക്കുന്നത് 85 അതർ സ്റ്റേറ്റിൽ വന്ന വണ്ടിയുടെ കിലോമീറ്റർ നമുക്ക് വിശ്വസനീയമായ കിലോമീറ്റർ ആയിരിക്കില്ല. ചിലപ്പോൾ പുറത്തോ 1.5-1.70 കോടി ഉണ്ടായിരിക്കാം. ടയോട്ടയെ സംബന്ധിച്ചോളം കിലോമീറ്റർ പ്രശ്നമുള്ള ഘടകമല്ല. മെക്കാനിക് അതുപോലെ ഞങ്ങൾ വർഷാപ്പിൽ കൂടെ ചെക്ക് ചെയ്ത് എല്ലാം വാങ്ങി കൊണ്ടുവന്നാണ് വണ്ടി. ഓയിൽ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ക്വാളിറ്റി വണ്ടിയാണ് ഇത്. നമുക്ക് 5.95 ആസ്കിംഗ് പ്രൈസ്. ചെറിയ എന്തെങ്കിലും വ്യത്യാസം 5.95. 5.95 ഒരു ആൾട്ടിസ് ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടാ. ചെറിയ ബഡ്ജറ്റില് വാഹനങ്ങൾ നോക്കുന്നവർക്ക് അതും നല്ല വണ്ടിയാണ് കേട്ടോ, നല്ല തീ പോലത്തെ വണ്ടി. ഇത് എങ്ങനെയാണ് മോഡൽ? 2011 മോഡല് 12 രജിസ്ട്രേഷൻ വരുന്ന ആൾട്ടോ കേട്ടൻ VXI വണ്ടിയാണ്. 4 പുതിയ ടയർ ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നിലവില്ല. ഇതുപോലെ തന്നെ മെക്കാനിക്കുകളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഓയിൽ സർവീസും കഴിഞ്ഞൂടെ കൊണ്ടുവന്ന് വെച്ച വണ്ടിയാണ്. ഇത് നമുക്ക് ഒരു 1.45 ആസ്കിംഗ് പ്രൈസ് ഉള്ളത്. അതിലെന്തെങ്കിലും ചെറിയ വ്യത്യാസം കൊടുക്കില്ല. ചില്ലറ പൈസ 1.45 ചില്ലറ പൈസ ഇല്ല വണ്ടിക്ക് ആകെ ഉള്ളൂ. ചെറിയ വ്യത്യാസം ഒരു ഐഫോൺ എടുക്കുന്ന പൈസയേ ഉള്ളൂ. തീർച്ചയായിട്ടും ഫോർഡിന്റെ എക്കോസ്പോർട്ട് ഡീസൽ വണ്ടിയാണ്. അത്യാവശ്യം ഒരു 20 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മോഡൽ തന്നെ? ഇത് 2018 മോഡൽ വണ്ടിയാ. 2018 ന്യൂ ഷേപ്പ് ആണ്. 2018 ന്യൂ ഷേപ്പിൽ ഓൾഡ് ഷേപ്പ് അല്ല അത് വരിക. ഇത് ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള 2018 മോഡല് ടൈറ്റാനിയം ബട്ടർ സ്റ്റാർട്ടോട് കൂടി വരുന്ന വണ്ടി. ബട്ടർ സ്റ്റാർട്ട് വരുന്നതോടുകൂടി ഡീസൽ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. ടയർ വാങ്ങലൊക്കെ ഒരു 80-90% ടയർ വാങ്ങലുണ്ട്. അതേപോലെ 90% ലോണും കൊടുക്കാവുന്ന നല്ല കിടുക്കൻ നല്ല പെട്ടി പീസ് വണ്ടി നമുക്ക് കൊടുക്കാം. ഇത് കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള വണ്ടി. 1,20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 1,20,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനിയിലാണ് സർവീസ് ചെയ്തുകൊണ്ടിരുന്നത്. മെക്കാനിക് ഭാഗം പെർഫെക്റ്റ് ആണ്. എഞ്ചിൻ ഭാഗം പെർഫെക്റ്റ് ആണ്. എല്ലാം ഒന്നും നോക്കാനല്ല, തീർച്ചയായിട്ടും. എത്ര കൊടുക്കരുത്? ഇത് നമുക്ക് 6,60,000 കൊടുക്കാം. 6,60,000 കൊടുക്കാം. 2018 വണ്ടി. 18 വണ്ടി. അത് ഞാൻ ആലോചിച്ചു വില കുറച്ചതാണ്. അതൊന്നും ആലോചന വന്നത്. അതെ. ഇത് ഫുള്ള് ലോണിലും കൊടുക്കാൻ പറ്റുമോ? ഏകദേശം മാക്സിമം ഒരു 50 കൊടുക്കാൻ നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പൊ GST ലെവലൊക്കെ വില കുറഞ്ഞതോടെ പൊതുവെ ഇവരെ വാല്യുവേഷൻ കുറവാ ഫിനാൻസ് കമ്പനികളുടെ. അതാണ് ഇപ്പൊ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു 50-60 രൂപ മുടക്കം നമ്മൾ ഒരു വണ്ടികളൊക്കെ പ്രതീക്ഷിക്കണം. അതെ. ഓക്കെ, അപ്പൊ വാഹനം വിളിച്ചോ. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു 7 സീറ്റ് വാഹനം, അതും എർട്ടിഗ. ഈ എർട്ടിഗ വണ്ടിയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, മെയിൻ്റെനൻസ് ഒക്കെ വളരെ കമ്മിയുള്ള ഒരു വാഹനം. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഒരു കിണ്ണം പോലത്തെ വണ്ടിയാണ് കേട്ടോ. എത്ര ഇത് ഓടിയിട്ടുള്ളത്? 92,000 കിലോമീറ്റർ. ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. മോഡൽ കാര്യങ്ങളൊക്കെ 2015 മോഡൽ VDI ആണ് വണ്ടി വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. 92,000 കിലോമീറ്റർ വണ്ടി നെല്ലിൽ ഓടിയിട്ടുള്ളത്. ടയർ വാങ്ങലൊക്കെ ഏകദേശം 70-80% ടയർ വാങ്ങലുണ്ട്. അതുപോലെ ഇന്ത്യയിൽ വാങ്ങലൊക്കെ വൃത്തിയിലാണ് കൊണ്ടുവരുന്നത്. ഓണർഷിപ്പ് സിംഗിൾ ആയതുകൊണ്ട് ഫുൾ കമ്പനിയിൽ പ്രോപ്പർ കമ്പനി സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് KVR എക്സ്ചേഞ്ച് എന്ന വണ്ടിയാണ് നമുക്ക് ഉള്ളത്. ഇത് നമുക്ക് 5,65,000 രൂപ നമുക്ക് വണ്ടി കൊടുക്കാം. 5,60,000 കൊടുക്കാം. 65 കൊടുക്കാം. 65 കൊടുക്കല്ലേ? കുറച്ച് കൊടുക്കോ? എന്തെങ്കിലും ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാം. ഓക്കെ, വണ്ടി നല്ല വണ്ടിയല്ല. ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും വണ്ടിക്കില്ല. ഒന്നും ചെയ്യാല്ല, ഓടിക്കാൻ പോവാ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാല് മൂപ്പര് പഴയൊരു മെക്കാനിക്കാണ് കേട്ടോ. മെക്കാനിക് ആകുമ്പോ പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ വേറെ എവിടെ വണ്ടി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. മൂപ്പറിനെ പറഞ്ഞു തരും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ. അല്ല, എന്തായാലും അവർ ചെക്ക് ചെയ്തോണ്ട് അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അവർ ചെക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞ കാര്യം നമുക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും. റീപ്ലേസ്മെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് വണ്ടിക്ക് ഉണ്ടാവില്ല. അതിന് നമുക്ക് ഉത്തരവാദിത്തം. അതെ, ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ തരുള്ളൂ കേട്ടോ. എന്തെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റൂല. നമുക്ക് നോക്കി അറിയാവുന്ന രീതിയിലൊക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടികളൊക്കെ എടുക്കുന്നത് നമുക്ക് എന്തായാലും നമ്മളൊരാളെ
കുടുങ്ങി പോവാണ്ടിരിക്കാൻ ശ്രമിക്കും ഞങ്ങള്. അതെ. ഇവിടെ നാനോ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്, അതും ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ ഓട്ടോമാറ്റിക്, 64,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഓട്ടോമാറ്റിക് ട്വിസ്റ്റിൽ വരുന്ന ഓപ്ഷൻ അത് വരുന്ന നാനോ കാർ. നമുക്കൊരു 1.60 ആസ്കിംഗ് പ്രൈസ് ആണ്. എന്തെങ്കിലും ചെറിയ വ്യത്യാസം നമുക്ക് ഇത് കൊടുക്കാം. 1.60 ആസ്കിംഗ് ആണ്. ഒരു 70-80% ടയർ വാങ്ങലുണ്ട്, റീപ്ലേസ്മെന്റ്. ഇതിന് ലോണൊക്കെ കിട്ടോ? ലോൺ നമുക്ക് ഇവിടെ സാധാരണ നോർമൽ സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ബാണം വിളിച്ചോ. ഇവിടെ ഒരു മണിയറ പോലത്തെ ഒരു പെയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? RC ഉള്ളതാട്ടോ, RC ഇൻക്ലൂഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ പിന്നെ എന്ത് പേടിക്കണ്ട, MPDന്റെ ഫൈൻ കീനൊന്നും ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ്. 2 കളർ നല്ല രസമുണ്ട് കേട്ടോ കാണാന്. ഇത് ഹോണ്ടന്റെ ബ്രിയോ അല്ല? 2012 മുകളിൽ ഹോണ്ടന്റെ ബ്രിയോ ആണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, മെക്കാനിസം പെർഫെക്റ്റ് ആണ്. ടയർ വാങ്ങൽ അത്യാവശ്യം ഉണ്ട്, 60-70% ടയർ വാങ്ങൽ നല്ല ടയർ വാങ്ങലാണ്. മെക്കാനിക് പെർഫെക്റ്റ് ആണ്. ഹോണ്ട അല്ലേ, ഡീസലിനെ കംപ്ലൈന്റ് അല്ലേ, പെട്രോൾ ചിന്തിക്കണ്ടല്ലോ. എല്ലാ ഭാഗം ഫിറ്റ് ആണ്. ഒരു കുഞ്ഞു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുറഞ്ഞ മുടക്കിൽ നമുക്ക് ഒരു വണ്ടി കൊടുക്കാം. 1.95 ആസ്കിംഗ് പ്രൈസ്. മാക്സിമം അത്യാവശ്യം ലോൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെറിയ നെഗോഷ്യബിൾ വിലയിൽ മാറ്റി ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ബാണം വിളിച്ചോ. നല്ല കിടുക്കാച്ച് ഡസ്റ്റർ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഡസ്റ്റർ ഇവിടെ 2-3 പീസ് ഉണ്ടല്ലോ നിങ്ങളുടെ അടുത്ത്? 5 ഡസ്റ്റർ മൂപ്പര് മെയിൻ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇത് എങ്ങനെയാണ് കാര്യങ്ങള്? ഇത് 2017 മോഡൽ ഡസ്റ്റർ, ഓണർഷിപ്പ് സിംഗിൾ, 1.25 ഓട്ടം, RX S ആണ് വേരിയന്റ് വരുന്നത്. 85 മാത്രമേ ചെയ്യുന്നുള്ളൂ, എടുക്കുന്നില്ല. ഓണർഷിപ്പ് സിംഗിൾ ആണ്. ടയർ 4 പുതിയ ടയറാണ്, പുതിയ ഇൻഷുറൻസ് വെച്ചിട്ട് സർവീസ് കമ്പനിയിലാണ്. 1 കിലോമീറ്റർ വലിയ തീരൊന്നും ഇല്ലാത്ത നല്ല കിടുക്കം വണ്ടിയാണ്. ഇത് നമുക്ക് 5,40,000 രൂപയ്ക്ക് ഇപ്പൊ കൊടുക്കാൻ പറ്റും. ഞങ്ങൾ ഇതിൽ വണ്ടിക്ക് 6 സംതിങ് ചോദിച്ചുകൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പൊ 5.40 ഇപ്പൊ നമ്മൾ ഈ GST വിലക്ക് പറഞ്ഞോളൂ, 5.40 ഈ വണ്ടി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ വണ്ടി ഉള്ളത്. ഓക്കെ, നല്ല കണ്ണി ചിമ്മിട്ട് എടുക്കാം അങ്ങനത്തെ വണ്ടിയാണ് കേട്ടോ. ഇവിടെ വേറൊരു വണ്ടി, അത് 2016 മോഡല്, 4 പുത്തൻ ടയർ ഇട്ടിട്ട് നിലമ്പൂന്ന് എത്തുന്ന ദൂരം മാത്രം ബ്രാൻഡ് ന്യൂ ടയർ ജാക്കേന്റെ. 2016 മോഡല് RX സെറ്റ് ആണ്. സെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്ലൈമറ്റ് കൺട്രോൾ, AC, ക്രൂസ് കൺട്രോൾ എന്ന് വേണ്ട എല്ലാ ഓപ്ഷൻസും ഇതിലെ ടോപ്പ്, എല്ലാ സെറ്റപ്പുള്ള വണ്ടി. വരുന്ന സിംഗിൾ ഓണർഷിപ്പോട് വരുന്ന വണ്ടിയാണ്. ഇത് നമുക്ക് ഇതേ വിലക്ക് 5.40 നമുക്ക് ഇതും കൊടുക്കാം. അതേ വിലക്ക് തന്നെ കൊടുക്കാം. ഓക്കെ, മാക്സിമം ലോൺ ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ന്യൂ ഷേപ്പ് വണ്ടികളും കേട്ടോ. ന്യൂ ഷേപ്പ് വണ്ടികളാണ് കേട്ടോ. അതിപ്പോ നമ്മള് വീഡിയോയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട് വണ്ടീന്റെ. അപ്പോ നോക്കിക്കോട്ടോ, ഒരു ഇന്നോവ കാർ എടുക്കുന്ന പൈസക്ക് നിങ്ങൾക്ക് ഒരു Audi Q3 കൊണ്ടുപോകാം. അതും നല്ല കിടിലം വണ്ടിയാണ് കേട്ടോ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2014 മോഡല് 15/5 7 മാസം വണ്ടിയാണ്. രജിസ്ട്രേഷൻ ഡെലിവറി ഒക്കെ 15-ല്. മറ്റേ ഒറിജിനൽ കേരള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ കമ്പനി സർവീസ് ആണ്. 1,30,000 കിലോമീറ്റർ വണ്ടി ഓടിയില്ല. 1,30,000 കിലോമീറ്റർ പ്രോപ്പർ കമ്പനി ജെനുവിൻ കിലോമീറ്റർ ജെനുവിൻ കേരള വണ്ടി. ഇന്ത്യയിലെ വശങ്ങളൊക്കെ നോക്കണ ഒരു 18-10 വണ്ടിന്റെ ക്വാളിറ്റിയിലാണ് ഇന്ത്യൻ വശം. വണ്ടി ക്വാളിറ്റി വണ്ടിക്കും ഉണ്ട്. ടയർ വാങ്ങൽ 90% ടയർ വാങ്ങലുണ്ട്. 14 ലക്ഷം രൂപ ഐഡിയുള്ള ഇൻഷുറൻസ് നിലയിൽ വണ്ടിക്കുണ്ട്. നല്ല മെക്കാനിക് ക്വാളിറ്റി ഇല്ല, നല്ല അടിപൊളി ഫുള്ള് ലോണും കിട്ടുമല്ലോ. അതെ, ഏകദേശം പ്രൊഫൈല് നല്ല പ്രൊഫൈൽ ആണെങ്കിൽ അടുത്ത് വരെ ലോണും കിട്ടാവുന്ന നല്ല കിടുക്കൻ ഓടിയാണ്. നല്ല കിടുക്കൻ വണ്ടി. ഉള്ളൊക്കെ നോക്കിക്കോളൂ, ക്ലീൻ പീസ് ആയിരിക്കും ഉള്ളൊക്കെ. കസ്റ്റമർ കൊണ്ടുനടക്കുന്ന അത്രയും ക്വാളിറ്റി വണ്ടി കൊണ്ടുനടക്കുന്നത്. ഇത് എത്രയാണ് നിങ്ങൾ? ഇത് 12 ലക്ഷം രൂപ കൊടുക്കാം. 12 ലക്ഷം രൂപ ഒറിജിനൽ കേരള 12 ലക്ഷം രൂപയ്ക്ക് ഒറിജിനൽ കേരള വണ്ടി നമുക്ക് കൊടുക്കാം. അതെ. ഒരു ഖിദ്മത്തിന്റെ വണ്ടി, ഹോണ്ടന്റെ അമേസ്, 25 കിലോമീറ്റർ മൈലേജ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കേൾക്കും. അത്രയും പക്ക വണ്ടി. മൈലേജ് കിങ് ആണ് ഹോണ്ട. മൈലേജില് കിങ്, ഒന്നും നോക്കാനില്ല. ഡീസൽ വണ്ടിയാണ്. എങ്ങനെയാണ് ഇത് മോഡൽ കാര്യം? 2014 മോഡൽ വണ്ടിയാണ്. 14 മോഡൽ വണ്ടിയാണ്. S ആണ് വേരിയന്റ് വരുന്നത്. ടയർ വാങ്ങൽ 4 ഏകദേശം പുതിയ ടയർ വാങ്ങലാണ്. റീപ്ലേസ്മെന്റ് മറ്റു കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഇത് ഓണർഷിപ്പ് സിംഗിൾ ആയിരുന്നു. അയാളെ ഇപ്പൊ മരിച്ച മോന്റെ പേരിലേക്ക് മാറി മാത്രം സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി ആയിട്ടുള്ളത്. സർവീസ് കമ്പനി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ ഫ്രണ്ടിലെ ഞങ്ങൾ ബുഷുകൾ കാര്യങ്ങൾ അലൈൻമെന്റ് കാര്യങ്ങളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. മെക്കബം പെർഫെക്റ്റ് ആയി കൊണ്ടുവരുന്ന വണ്ടിയാണ്. മൈലേജ് പറഞ്ഞ പോലെ 25, 24, 26 ആ റേഞ്ചിലൊക്കെ ഹോണ്ടയുടെ വണ്ടിയിൽ മൈലേജ് ഏറ്റവും ടോപ്പ് ഹോണ്ടയുടെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണത്. നമുക്ക് 3.40 ആസ്കിംഗ് പ്രൈസ്. ചെറിയ എന്തെങ്കിലും വ്യത്യാസം നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഒരു 2.30, 2.80, 3 രൂപ അടുത്ത് നമുക്ക് ലോണും കിട്ടാവുന്ന വണ്ടിയാണ്. ഇതേപോലെ തന്നെ നമുക്കൊരു
ഡീസൽ വണ്ടി അമേസ് അല്ല, ഹോണ്ട സിറ്റി നമ്മുടെ ഷോപ്പിലേക്ക് നാളെ എത്താനുണ്ട് വണ്ടി. അത് 2017 വണ്ടിയാണ്, ന്യൂ ഷേപ്പിൽ ഹോണ്ട സിറ്റിയാണ്, ഒറിജിനൽ കേരള വണ്ടി. 2017 മോഡൽ ന്യൂ ഷേപ്പ് വരുന്ന ബട്ടൺ സ്റ്റാർട്ടോട് കൂടി ഒരു വണ്ടി വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ആ വണ്ടി. നാളെ വരും. അപ്പൊ നമുക്ക് ഒരു 6.45 6.60 വണ്ടിക്ക് വില വരുന്നുള്ളൂ. നല്ല പെട്ടി പീസ് വണ്ടിയാണ്. ഒന്നും നോക്കാനില്ല. പിന്നെ കിലോമീറ്റർ ഒന്നും ഇവരെ സംബന്ധിച്ചുള്ള പ്രശ്നമുള്ള ഘടകമല്ല. ടയോട്ടിനെ പോലെ തന്നെ ഹോണ്ട എഞ്ചിൻ നല്ല ലൈഫ് ആയിരിക്കും. കാരണം ഈ വണ്ടി ഞാൻ ഉപയോഗിച്ചുകൊടുക്കുന്ന ഹോണ്ടയാണ്. ഹോണ്ടന്റെ വണ്ടികളല്ലേ ഹോണ്ട ഞാൻ ഉപയോഗിച്ചോണ്ട് വർഷങ്ങൾ ഉപയോഗിക്കുന്ന ഹോണ്ടയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വീഡിയോ ചെയ്യുമ്പോ ഒരുപാട് ഹോണ്ടന്റെ വണ്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കമ്മിയാണ്, എന്നിരുന്നാലും മാക്സിമം ഉണ്ട്, ഇവിടെ സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾ ചോദിച്ചത് എത്രയാണ്? ഇതിന് 340 ചോദിച്ചത് നെഗോഷ്യബിൾ ആണ്. അപ്പൊ ബാണം വിളിച്ചോ. വീണ്ടും ഇവിടെ ഹോണ്ടന്റെ അമേസ് ആണ്, ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരു വാനാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2021 മോഡൽ വണ്ടിയാണ്. 65,000 കിലോമീറ്ററുടെ സിംഗിൾ ഓണർഷിപ്പ് എസ് വേരിയന്റ് വരുന്ന ഹോണ്ട അമേസ് പെട്രോൾ വണ്ടി. ആകെ 65 കിലോമീറ്റർ ഓടിയ വണ്ടി. 6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ഒരു റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പോട് കൂടി ടയർ ബാങ്കൾക്ക് ഒരു 70% ടയർ ബാങ്കുകൾ കൂടിയിട്ട് ഒരു 80-90% ലോണോട് കൂടി നമുക്ക് 6 ലക്ഷം രൂപയ്ക്ക് 21 മോഡൽ ഹോണ്ട അമേസ് 21 മോഡൽ ഹോണ്ട അമേസ് 6 ലക്ഷം രൂപയ്ക്ക് മാനുവൽ വണ്ടി. ഓക്കെ, ഫുള്ള് ലോണിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാനാണ്. 100% ലോൺ കിട്ടാൻ സാധ്യത. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടെ. റിഡ്സ് കാറിൽ പെട്രോൾ വണ്ടികളൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ല കിളിക്കുഞ്ഞു പോലത്തെ വണ്ടിയാണ്. എങ്ങനെയാണ് ഇപ്പൊ മോഡൽ വരുന്നത്? 2014 മോഡൽ വണ്ടി, 90,000 കിലോമീറ്ററുടെ പെട്രോൾ VXL വരുന്ന 80% ടയറോട് കൂടി റീപ്ലേസ്മെന്റ് ഇല്ലാതെ നമുക്ക് ഒരു 3 ലക്ഷം രൂപ ആസ്യം പ്രൈസ് ആണ് ഈ വണ്ടിക്ക്. 3 ലക്ഷം രൂപ 2014 പെട്രോൾ വണ്ടി നമുക്ക് കസ്റ്റമർ കൊടുക്കാം. ഏകദേശം 2.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സ്വിഫ്റ്റ് കാർ വാങ്ങുന്ന പൈസ കൂടി 7 സീറ്റ് വണ്ടി, അതും മഹീന്ദ്രന്റെ TUV 300 ഡീസൽ T6 എന്ന വേരിയന്റോട് കൂടി വരുന്ന ഡീസൽ വണ്ടി. ഏകദേശം 20-21 കിലോമീറ്റർ മൈലേജോട് വരെ കിട്ടുന്ന വണ്ടിയാണ്. മൈലേജ് അത്ര കിട്ടും? മൈലേജ് അത്ര കിട്ടണം ശരിക്കും വണ്ടിക്ക്. 18 നോർമൽ എല്ലാവരും കിട്ടുന്ന വണ്ടിക്ക് 20 കിട്ടുന്ന പറഞ്ഞ ആൾക്കാരുണ്ട്. എങ്കിലും ഒരു 18 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഡീസൽ വണ്ടി 7 സീറ്റ് വണ്ടിയാണ് മഹീന്ദ്രക്ക്. ഇത് 3 സിലിണ്ടറോട് കൂടി വരുന്ന വണ്ടിയാണ്. പർപ്പസ് ബൊലോറൊക്കെ വരുന്ന പോലെയാണ് ഇതിന്റെ എഞ്ചിൻ. പക്ഷെ മൈലേജ് വണ്ടിക്ക് ഉണ്ടാവും. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഫുൾ കവർ ഇൻഷുറൻസോട് കൂടി ഒരു 70-80% ടയറോട് കൂടി നമുക്ക് 4.25 ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. ആ 4.25 ലക്ഷം 90% വണ്ടിക്ക് ലോണും കിട്ടും. ചിലപ്പോൾ 100% ലോൺ ഫുൾ. ഇവിടെ വോക്സ് വാഗന്റെ ആമിയോ, അതും ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഇത് എങ്ങനെയാണ് മോഡൽ? 2019 മോഡൽ വണ്ടി, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, ഒരു റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ടയർ 4 പുത്തൻ ടയർ, ഫുൾ കവർ ഇൻഷുറൻസോട് കൂടിയിട്ട് ഓട്ടോമാറ്റിക് വണ്ടി, ഡീസൽ ഓപ്ഷൻ വണ്ടി. ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. 6 ലക്ഷം രൂപ കൊടുക്കാം അല്ലെ? ഒരു 5 ലക്ഷം രൂപ ലോണും കൊടുക്കാം. 5 ലക്ഷം രൂപ ലോൺ, 1 ലക്ഷം രൂപയിൽ മുടക്കിൽ വോക്സ് വാഗൺ നല്ല ബ്രാൻഡ് സാധനം കൊണ്ടാണ്. അതും അലോയ്സ് കാര്യങ്ങളൊക്കെ 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള ജെനുവിൻ കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ 90,000 അല്ല? ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. ഇവിടെ നല്ലൊരു കിദ്മത്തിന്റെ മായതിന്റെ സെലേറിയോ, അതും മാനുവൽ വണ്ടിയാണ്. അലോയ്സ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ കേറ്റിട്ടുണ്ടല്ലോ ഇതിന്. ഇത് 2018 മോഡല്. ZXi ആണ് ഓപ്ഷൻ. ZXi ഏറ്റവും ടോപ്പ് വരുന്നുണ്ട്. അതിന് അലൈവിൽ വരത്തില്ല കേട്ടോ. ഇതിന് എയർ ബാഗ്, ABS അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരും. 4 പുത്തൻ ടയറും ഉണ്ട്. അതുപോലെ പുത്ത അലൈവില് 4 ഉണ്ട് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. 82,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. ഒരു കസ്റ്റമർക്ക് പാർക്ക് സെയിലാണ്. ഇത് നമുക്ക് 380 ആണ് വില. 380 നെഗോഷ്യബിൾ ആണ്. ഇത് റീപ്ലേസ് ഒന്നും മാറിയിട്ടില്ല. ഓക്കെ. ഏകദേശം 20-ന് മേലെ മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റ് വാഹനം, അതും ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ഹോണ്ടന്റെ BRV ആണ്. 2016 മോഡൽ, 92,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്. ഓക്കെ. എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഈ വണ്ടി നിലവിലുണ്ടാവും. അഡീഷൻ ചെയ്തിട്ടുണ്ട്. അലീവിൽ നമ്മൾ അഡീഷൻ ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ടയർ ബാങ്കുകളുണ്ട്. അതുപോലത്തെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. ഇൻഷുറൻസോട് കൂടിയിട്ട് നമുക്ക് 6,20,000 രൂപയ്ക്ക് വണ്ടി കൊടുക്കാം. 6,000 കൊടുക്കാം. 5 ലക്ഷം ലോണും കൊടുക്കാം. 5 ലോണും കൊടുക്കാം. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. അപ്പോ വാങ്ങാൻ വിളിച്ചോട്ടോ. ഇവിടെ ഒരു കിണ്ണം പോലത്തെ മഹീന്ദ്രന്റെ XUV 300. ഓക്കെ. ഇത് 300 5 സീറ്റ്, 2020 മോഡൽ, 21 രജിസ്ട്രേഷൻ, 70,000 കിലോമീറ്റർ, സെക്കൻഡ് ഓണർഷിപ്പ്, റീപ്ലേസ്മെന്റ് കാര്യം മറ്റു കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല ടയർ 70-80% ടയറോട് കൂടി നമുക്കൊരു 70-90% ലോണോട് കൂടിയിട്ട് 6,70,000 രൂപ കൊടുക്കുക. 6,70,000 കൊടുക്കുക. അതും ഡീസൽ വണ്ടി, പെട്രോൾ വണ്ടി അല്ലേ? ഓക്കെ. അപ്പൊ വാങ്ങാൻ വിളിച്ചോ. സ്വിഫ്റ്റ് ഡിസൈർ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്.
അപ്പോൾ ഈ ഒരു വണ്ടിയും കൂടി കാണിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ വീഡിയോയിൽ ഒരു 3-4 നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി കേട്ടോ. ലൊക്കേഷന് വേണ്ടവർക്ക് ഒന്ന് കിഷോറോട്ട ഒന്ന് അയച്ചു കൊടുത്താൽ. ഓക്കെ, ഇത് എങ്ങനെയാണ് മോഡൽ? 2014 മോഡല് ഡീസൽ വണ്ടി, പാർക്ക് സെയിലാണ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളതാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല, വണ്ടി നല്ല ക്വാളിറ്റി കൊണ്ടുവരുന്ന വണ്ടിയാണ്. മെക്കാനിക്കാരനാണ് ഈ വണ്ടിയുടെ ഓണർ. ഇത് നമുക്ക് 2014 ഡീസൽ VDI വണ്ടിയാണ്. ഇത് 3 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. 3 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ അങ്ങനെ കിട്ടിയാൽ കൊടുക്കാൻ പറഞ്ഞു. പുറത്ത് പോകും, 3 ലക്ഷം കിട്ടിയാൽ കൊടുക്കാന്ന് പറഞ്ഞു. തന്നെ ഈ വണ്ടി ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചോളൂ. വീഡിയോ വന്നപ്പോൾ അത് ചെയ്യാന്നുള്ളത്. ഓക്കെ, വണ്ടി പറയാ ഒന്നുമില്ലല്ലോ, നല്ല വണ്ടി. മെക്കാനിക്ക് പോകാൻ കൊണ്ടുപോകണം, അവന്റെ രീതിയിൽ മെക്കാനിക് പണികളൊക്കെ അങ്ങനെ കൊണ്ടുവരുന്ന വണ്ടി. ടയർ ഭാഗം കുറച്ച് മോശമാണ്, അത് കാണുന്ന. ഓക്കെ, ടയർ എടുക്കുന്ന വേറെ പ്രശ്നങ്ങളൊന്നും. അപ്പൊ പുതിയൊരു വീഡിയോ മാറ്റി വരുന്നവരെ ഗുഡ് ബൈ. ഓക്കെ.